നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. ആദ്യ സെഷനിൽ കസേര കളിയിലേക്ക്. ഡീൽ ഓർ നോ ഡീൽ എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രചാരണ രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്നത്. കോൺഗ്രസുകാർ CPM-ഉം BJP തമ്മിൽ ധാരണ എന്ന ഡീൽ ആരോപണം ആവർത്തിച്ച് ഉന്നയിക്കുകയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചരിത്രം നിരത്തിക്കൊണ്ട് അതിന് മറുപടിയും നൽകി. ഇതിനിടയിൽ BJP ഞങ്ങളല്ല ആരുമായിട്ടെങ്കിലും ഡീലുള്ളത്, ഞങ്ങൾ വിജയിക്കാൻ പോകുന്ന സീറ്റുകളിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ലീഗുമെല്ലാം ചേർന്ന് ഡീലുണ്ടാക്കുകയാണെന്നാണ് അവരുടെ ആരോപണം. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ BJP ബന്ധത്തെ ആക്രമിച്ചത്. അത് കോലീബി സഖ്യത്തെക്കുറിച്ചായിരുന്നു. കോലീബി സഖ്യമുണ്ടായതിന് എല്ലാ കാലത്തും കഴിഞ്ഞ കുറേയേറെ തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിനെതിരെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കോലീബി സഖ്യത്തിൻ്റെ ആരോപണം. എന്താണ് ഈ കോലീബി സഖ്യം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. 1991 കേരളത്തിൽ ആദ്യമായി കോലീബി സഖ്യം രൂപപ്പെട്ടത്. BJP നേതാവ് KG മാരാരുടെ ജീവചരിത്രത്തിലൂടെയായിരുന്നു. ഈ സഖ്യത്തിൻ്റെ പുറം കഥകൾ അതിനു മുമ്പ് തന്നെ ആ ആരോപണം സജീവമായിട്ട് തന്നെയുണ്ട്. പക്ഷേ ആ സഖ്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്ത് അറിഞ്ഞത് അതൊരു യാഥാർത്ഥ്യമായിരുന്നു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നത് ലോകം പറഞ്ഞത് KG മാരാരുടെ ആത്മകഥയിലൂടെയാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്ത UDF നേതൃത്വം BJP-യുമായി ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കുകയും ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കേരളത്തിലാകെ UDF-നെ പിന്തുണയ്ക്കുന്നതിന് പ്രതിഫലമായി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ BJP നേതാവ് KG മാരാർക്കെതിരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും അവിടെ വോട്ട് മറിച്ച് അദ്ദേഹത്തിന് നൽകിയത് UDF വോട്ട് മറിച്ച് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് മറിച്ച് അദ്ദേഹത്തിന് നൽകി KG മാരാർക്ക് നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു ധാരണ. അവിടുത്തെ ഒരു വിജയത്തിന് വേണ്ടി മറ്റ് 2 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ട് BJP-കാർ മറിച്ച് ജനസംഘക്കാർ മറിച്ചു കൊടുക്കും. ഈ രഹസ്യധാരണ KG മാരാരുടെ ജീവചരിത്രത്തിലെ പാഴായ പരീക്ഷണം എന്ന അധ്യായത്തിൽ വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. കേരളം പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് എന്തായാലും കോലീബി സഖ്യം. ഈ കോലീബി സഖ്യത്തിനെതിരെ അതിനു മുമ്പ് 1979 ജനസംഘത്തിൻ്റെ സഹായത്തോടുകൂടി പിണറായി വിജയൻ വിജയിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവടക്കം തിരിച്ചടിച്ചത്. എന്തായാലും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തിന് ഇടതുപക്ഷത്തു നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. ആ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. കോൺഗ്രസും UDF-ഉം എല്ലാ ഘട്ടത്തിലും RSS-മായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം എന്തായിരുന്നു? കോലീബി സഖ്യം. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും ഇന്ന് നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ചരിത്രം പറഞ്ഞാണ് മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ആരോപണത്തെ നേരിട്ടതെങ്കിൽ കോലീബിക്ക് മുമ്പുള്ള ചരിത്രം പറഞ്ഞായിരുന്നു VD സതീശന്റെ മറുപടി. 1979 ജനസംഘത്തിന്റെ പിന്തുണയോടെ അല്ലേ പിണറായി വിജയൻ ജയിച്ചതെന്ന കോൺഗ്രസ് പലതവണ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്. അത് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു VD സതീശൻ ഇതിന് മറുപടി നൽകി. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSS-ന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSS-നോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ല. ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, കേരളം മതേതര കേരളമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറയും. ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീലും നടക്കൂല. ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ചരിത്രം പറഞ്ഞായിരുന്നു പരസ്പരമുള്ള ആരോപണമെങ്കിൽ
KC വേണുഗോപാൽ ചരിത്രമൊക്കെ വിട്ട് വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് മറുപടി നൽകിയത്. BJPയുടെ കൊട്ടേഷനാണ് പിണറായി ഏറ്റെടുത്തിരിക്കുന്നതെന്നായിരുന്നു KC വേണുഗോപാലിൻ്റെ പ്രതികരണം. CPM-ന്റെ ക്യാപ്റ്റനാണോ ഇനി BJPയുടെ ക്യാപ്റ്റനാണോ പിണറായി എന്നതിലും നാക്ക് ആർക്കും വാടകയ്ക്ക് നൽകരുതെന്നൊക്കെ നേരത്തെ പിണറായി പറഞ്ഞിരുന്നു. അതേ വാക്കുകൾ തന്നെ തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു KC വേണുഗോപാൽ ഇതിന് മറുപടി നൽകിയത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണല്ലോ. അദ്ദേഹം BJPയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. CPM-ന്റെ ക്യാപ്റ്റനായിട്ട് അവരുടെ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പം BJPയുടെ ക്യാപ്റ്റനാണെന്ന് സംശയിക്കേണ്ടി വരും. ഇദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞതാണ് നാക്കാർക്കും വാടക കൊടുക്കരുത്. ഇദ്ദേഹത്തിന്റെ നാക്ക് ഇപ്പം BJPക്ക് വേണ്ടി വാടക കൊടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ആക്രമണം നടത്തേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്ന ആരാണ്? BJP. അതേ ഉത്തരവാദിത്വം അതേ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ഇത് ക്ലിയർ കൊട്ടേഷനാണ് BJPയുടെ. അത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡീല്. കാരണം ഡീലില്ലാതെ മുഖ്യമന്ത്രിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബന്ധുക്കളെയും സ്വന്തക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോഡിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം, പാർട്ടി താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ആശയങ്ങളെയും അടിയറ വെക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇത്രയേറെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. കുറെ കൂടി ലളിതമായിട്ടായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞത് ഇങ്ങനെയാണ്: BJPക്കായാലും NDAക്കായാലും ചെയ്യുന്ന എല്ലാ വോട്ടുകളും നിങ്ങൾ CPM-ന് ചെയ്യുന്ന സഹായമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് BJPക്കും NDAക്കും വോട്ട് ചെയ്തത് കോൺഗ്രസിന് UDF-ന് നൽകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രത്തോളം ലളിതമായ ഒരു പ്രതികരണമായിരുന്നു ചെന്നിത്തലയുടെ. BJPക്ക് ചെയ്യുന്ന NDAക്ക് ചെയ്യുന്ന ഓരോ വോട്ടും CPM-നെ സഹായിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ്, ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അതിനെ തടയിടാൻ വേണ്ടിയാണ് പാലക്കാടും ഏറ്റുമാനൂരും ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും BJPയും CPM-ഉം തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അറിയപ്പെടാത്ത സ്ഥാനാർത്ഥികൾ 22 സീറ്റാണ് 2020-ക്ക് നൽകിയിരിക്കുന്നത്. ആരാണ് ഈ 22? രണ്ടുപേർ നോമിനേഷൻ പോലും കൊടുക്കാൻ പറ്റില്ല. VD ജയസന്റെ സ്ഥാനാർത്ഥികൾ. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഡീലാണ്. കേരളത്തിൽ UDF ഗവൺമെന്റ് വരാതിരിക്കാൻ 2021 ചെയ്തതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ് CPM-ഉം BJPയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ ആരോപണങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടും എന്നാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് തങ്ങളാണെന്ന മട്ടിലുമായിരുന്നു BJP നേതാവ് MD രമേശിൻ്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് BJP ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ്സുകാരും CPM-കാരും ലീഗുകാരും എല്ലാം കൂടി ചേർന്ന് BJPക്കെതിരെ ആര് ജയിക്കുമോ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള പരിഭവമാണ് അദ്ദേഹം ഉന്നയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ്. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ധാരണയാണ് CPM-ഉം കോൺഗ്രസും ലീഗും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ധാരണയുണ്ടാക്കിയിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചെയ്യുന്നത്. മുഖ്യമന്ത്രി UDF BJP ധാരണയുണ്ടെന്ന് പറയുക, പ്രതിപക്ഷ നേതാവ് CPM BJP ധാരണയുണ്ടെന്ന് പറയുക. സത്യത്തിൽ ധാരണയുണ്ടാക്കിയിട്ടുള്ളത് CPM-ഉം കോൺഗ്രസും ലീഗുമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഉത്സവപ്പറമ്പിൽ മാല മോഷ്ടിച്ചതിന് ശേഷം ജനങ്ങളോടൊപ്പം കള്ളന്മാരെ തിരയുന്ന ചില മോഷ്ടാക്കന്മാരുണ്ട്, സമർത്ഥന്മാരായിട്ടുള്ള മോഷ്ടാക്കൾ. അങ്ങനെയാണ്. അതേപോലെയാണ് അവർ തമ്മിൽ ഡീലുണ്ടാക്കി BJPയെ കുറ്റം പറഞ്ഞു നടക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. നേതാക്കൾക്കൊക്കെയും നല്ല കിടുക്കൻ ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചാൻ പറ്റുന്ന സമയം കൂടിയാണ്. ചിലത് നമുക്ക് ചിരിപടർത്തും, ചിലത് സ്വന്തം പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്നാവും. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വരാറുണ്ട്. മുൻപ് നടത്തിയ ഇത്തരം പ്രയോഗങ്ങളൊക്കെ പ്രധാനമായും പ്രയോഗം നടത്തിയിരുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ഇത്തവണയും ഒരു പ്രയോഗം നടത്തിയത് ചെറ്റത്തരം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അത് സുധാകരനെതിരെയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. എന്തായാലും അത്തരം ചില പ്രയോഗങ്ങളും അതിനുള്ള മറുപടികളും അതിനുള്ള ചില വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ഇടിവെട്ട് ബൈറ്റിലേക്ക് സ്വാഗതം.
തെരഞ്ഞെടുപ്പ് കാലത്ത് സവിശേഷമായ ചില പ്രയോഗങ്ങൾ നടത്തി സ്വന്തം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതിൽ പ്രത്യേകമായ ഒരു വൈദഗ്ധ്യമുള്ള നേതാവല്ലേ CPM PV അംഗം A. വിജയരാഘവൻ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാനാവില്ല. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് ആലത്തൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയായിരുന്നു. അന്ന് ഒരു ഭാഗത്ത് CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി PK ബിജുവും മറുഭാഗത്ത് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായി താരതമ്യേന പുതുമുഖം എന്ന് തന്നെ പറയാം രമ്യ ഹരിദാസും മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ PK ബിജു അവിടെ MP ആയിരുന്നു, സ്ഥിരമായി പരിചയമുള്ളയാൾ. രമ്യ ഹരിദാസ് പൊടുന്നതിനെ പെട്ടെന്ന് ഒരു മണ്ഡലത്തിലേക്ക് വരുന്ന കേരളത്തിനാകെ തന്നെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. അപ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞത് ആലത്തൂരിലെ സ്ഥാനാർത്ഥി നേരത്തെ ഈ രമ്യ ഹരിദാസ് പാണക്കാട് ശിഹാബ് തങ്ങളെയും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ സന്ദർശിച്ചിരുന്നു. ഇതിനെക്കുറിച്ചായിരുന്നു പരാമർശം. ആലത്തൂരിലെ സ്ഥാനാർത്ഥി കുട്ടി പാണക്കാട് തങ്ങളെ പോയി കണ്ടു, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു. അതോടെ ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അത് പറഞ്ഞതിൻ്റെ ശൈലിയും രൂപവും ഒക്കെ അത് ഒരു സ്ത്രീവിരുദ്ധവും അശ്ലീല ചുവയുള്ളതും ഒക്കെ ആയിരുന്നു. ഒടുവിൽ PK ഈ വിവാദമൊക്കെ കത്തിപ്പറ്റുകയും ഒടുവിൽ അത് PK ബിജുവിൻ്റെ പരാജയത്തിലേക്കും രമ്യ ഹരിദാസിൻ്റെ വിജയത്തിലേക്കുമൊക്കെ എത്തിച്ചു എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടിയുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം വീണ്ടും പുതിയൊരു വ്യാഖ്യാനം നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ അങ്ങനെ അത്രയോളം കുഴപ്പം പിടിച്ചൊരു വ്യാഖ്യാനമല്ല, വേണമെങ്കിൽ നിരുപദ്രവം എന്ന് പറയാവുന്ന ഒരു വ്യാഖ്യാനമാണ്. അത് മുഖ്യമന്ത്രി സുധാകരനെതിരെ നടത്തിയ ചെറ്റത്തരം എന്ന പ്രയോഗത്തിലാണ് വിജയരാഘവൻ്റെ വക ഈ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തര പ്രയോഗം ചാരുതയുള്ളതാണെന്നാണ് A. വിജയരാഘവൻ്റെ പ്രതികരണം. ചാരുത എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതാണ്, അങ്ങത്ര ഭംഗിയുള്ള മനോഹരമായ ഒരു പ്രയോഗമാണ് നടത്തിയത് എന്നാണ് ഒരു PB അംഗം തന്നെ പറയുന്നത്. നമ്മൾ ഇന്നലെ അടക്കം പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഒരാളെ ചെറ്റ എന്ന് വിളിക്കുന്നത്. ചെറ്റപ്പുരയിൽ താമസിച്ചിരുന്ന സാധാരണക്കാരായ അടിസ്ഥാന വർഗത്തിൻ്റെ പുരയാണ്. G. സുധാകരൻ നൽകിയ മറുപടി വളരെ മനോഹരമായ മറുപടി തന്നെയായിരുന്നു അദ്ദേഹം നൽകിയത്. നിഘണ്ടു വായിക്കാത്തത് കൊണ്ടാണ്, ആ വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് താൻ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. ആ സാഹചര്യത്തിന് ഉതകുന്ന ചാരുതയാർന്ന പരാമർശം എന്നായിരുന്നു വിജയരാഘവൻ്റെ വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ഒന്ന് കേൾക്കാം. ഏത് വാക്കിനെയും അതിൻ്റെ പ്രയോഗപരതയുണ്ട്. ചില സന്ദർഭത്തിലാണ് എൻ്റെ പ്രയോഗപരത. അപ്പം അശ്ലീലം, ഏതാണ് അശ്ലീലം? അശ്ലീലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചിലത് അശ്ലീലമാണെന്ന് തോന്നുന്നുണ്ടാവും, എന്നാൽ അത് എല്ലാ തരത്തിലും അശ്ലീലമാണല്ലോ. അങ്ങനെയാണ് അശ്ലീലം എന്ന വാക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകുക. അശ്ലീലം എന്ന വാക്ക് അതിൻ്റെ ഉപയോഗക്ഷമതയിലാണ് അത് ശ്ലീലവും അശ്ലീലവും തമ്മിലുള്ള അതിർവരമ്പ് രൂപപ്പെടുന്നത്. ഇവിടെയും അങ്ങനെയാണ്. വാക്കിൻ്റെ പ്രയോഗം എന്നത് ഒറ്റപ്പെടുത്തി എടുത്തിട്ട് പറയുന്നതാണ് നിങ്ങളുടേത്. വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ചാരുത ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിയാൽ ചാരുതയുള്ളൊരു വാക്ക് പ്രയോഗമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത്. ദോഷൈക ദൃക്കുകൾക്ക് അവരുടെ ദൃഷ്ടിക്കനുസരിച്ചാണ് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുക. ആ വ്യാഖ്യാനം കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തേണ്ടായി. അതിന് ആ നിലയിൽ കണ്ടാൽ മതി. ചില സമയത്ത് ചില പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ചെറ്റത്തരം എന്ന വാക്ക് തന്നെ ചിലപ്പോൾ ആ വാക്കിൻ്റെ രാഷ്ട്രീയ അർത്ഥം അറിഞ്ഞുകൊണ്ടാവില്ല പിണറായി വിജയനെ പോലെ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ പ്രയോഗം നടത്തിയത്. അദ്ദേഹം അതിന് വാച്യാർത്ഥത്തിൽ ഉള്ള നാടൻ പ്രയോഗത്തിലൊക്കെ ഉള്ള രീതിയിലായിരിക്കും പ്രയോഗം നടത്തിയത്. പക്ഷേ ഈ കുറേ കൂടി പുതിയ തലമുറയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ നിൽക്കുന്ന നേതാക്കളൊക്കെയാണ് ഇങ്ങനെ വ്യാഖ്യാനം നൽകി ഇത് നിരന്തരം സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. പണ്ട് പ്രേമേന്ദ്രനെതിരെ NK പ്രേമേന്ദ്രനെതിരെ പരനാറി പ്രയോഗം നടത്തിയ ഘട്ടത്തിലുമൊക്കെ നേതാക്കൾ നടത്തിയത് ഇങ്ങനെയാണ്. അത് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അതിനെ സജീവമാക്കി നിർത്തുന്നതിൽ ഗുണമുണ്ടാകുക മറുപക്ഷത്തിനാണ് എന്നത് പലപ്പോഴും ഈ നേതാക്കൾ ഓർക്കാറില്ല. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ഐസക്കിൻ്റെ വാക്കുകളാണ്. സാധാരണ നിലയിൽ അങ്ങനെ മറ്റ് നേതാക്കളെ പോലെയല്ല, വിജയരാഘവനെ പോലെയോ അല്ലെങ്കിൽ AK ബാലനെ പോലെയുള്ള ഒരു നേതാവല്ല തോമസ് ഐസക്. അദ്ദേഹം വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഒരിക്കലും പ്രകോപനപരമായ വാക്കുകളോ അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകളോ പിൻവലിക്കേണ്ട വാക്കുകളോ ഒക്കെ അത്യപൂർവമായി മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ സാധാരണ രീതിയിൽ അങ്ങനെ വിവാദങ്ങൾ കാര്യമായി വന്നിട്ടില്ല. പക്ഷേ ഇക്കുറി അദ്ദേഹത്തിൻ്റെ നാവ് പിടിച്ചു. അത് രമേശ് പിഷാരടിക്കെതിരെയായിരുന്നു. പാലക്കാട്ടെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം കോമാളിയാണ് എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷേ ഇത് വളരെ വേഗത്തിൽ ഐസക് തിരിച്ചറിയുന്നു. ഐസക് ചെയ്ത തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുന്നു. ആ ഖേദം പ്രകടിപ്പിക്കുന്നിടത്താണ് ഐസക്കിനെ മറ്റ് നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്നത്. ഒരു നേതാവ് തനിക്ക് പറ്റിപ്പോയൊരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ ആ തെറ്റ് അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ നേതാവാകുന്നത്. ഏത് നേതാവിനും തെറ്റുകൾ പറ്റാം, സ്വാഭാവികമാണ്, മനുഷ്യ സഹജം തന്നെയാണ്. ചിലപ്പോൾ പ്രസംഗത്തിൻ്റെ ആവേശത്തിലുമൊക്കെ തെറ്റ് പറ്റാം. പക്ഷേ ആ തെറ്റ് അംഗീകരിക്കാൻ ഐസക് തയ്യാറായി എന്നതുകൊണ്ട് തന്നെയാണ് ഐസക്കിനെ പലപ്പോഴും മറ്റ് നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു നേതാവാണെന്ന് പറയേണ്ടത്. LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക്
മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ വിമർശനം രാഷ്ട്രീയമാണ്. ഇന്ന് ലോകത്തെയും രാജ്യത്തെയും കേരളത്തിലെയും ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മധ്യേഷ്യയിലെ പ്രതിസന്ധിയാണെന്ന്. അവിടുത്തെ ആ പ്രതിസന്ധിയെക്കുറിച്ച്, പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് എന്തായാലും ഐസക്കിന്റെ പ്രതികരണം വരുമ്പോഴും ഐസക്കിന്റെ ആദ്യ പ്രതികരണം വന്ന ഘട്ടത്തിലായാലും പിന്നീട് അദ്ദേഹത്തിന്റെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം വന്ന ഘട്ടത്തിലായാലും എല്ലാം താരതമ്യേന രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ് പിഷാരടിയെങ്കിലും രമേശ് പിഷാരടിയുടെ പ്രതികരണം വളരെ പക്വമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് എന്നുകൂടി പറയാതിരിക്കാനാവില്ല. ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ തോമസ് ഐസക് തന്നെക്കാൾ വളരെ മുതിർന്ന നേതാവാണ്, പ്രായത്തിൽ മുതിർന്ന നേതാവാണ്. അദ്ദേഹം സമരം ചെയ്തുകൊണ്ട് സംസ്കാരമുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞു, എനിക്കതിൽ വിഷമമില്ല എന്നുള്ള മട്ടിലായിരുന്നു പ്രതികരണം. ഇന്നിപ്പോൾ ഈ തോമസ് ഐസക്കിൻ്റെ പ്രതികരണം വന്ന ശേഷവും പറഞ്ഞത് തോമസ് ഐസക്കിൻ്റെ പരാമർശത്തിൽ തനിക്ക് മനോവിഷമൊന്നും ഉണ്ടായിട്ടില്ലെന്നും സീനിയർ നേതാവായ തോമസ് ഐസക് തന്നോട് ക്ഷമാപണം നടത്തേണ്ടിയൊന്നും ഇരുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല, തന്നെ അരസംഖി എന്നല്ല പറഞ്ഞത്, ഒരു സംഖി എന്ന് പറഞ്ഞില്ലല്ലോ എന്നും രമേശ് പിഷാരടി പറയുന്നുണ്ട്. രമേശ് പിഷാരടി വളരെ കൃത്യമായും തന്ത്രപൂർവ്വമായും ഈ ഒരു വിനയം അഭിനയിക്കുകയും ഒപ്പം തന്നെ എന്നാൽ ഒരു രണ്ട് കുത്ത് ഇന്നലെ പറഞ്ഞതിനകത്ത് സമരം ചെയ്തുകൊണ്ട് സംസ്കാരം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ അരസംഖി എന്നല്ലേ വിളിച്ചത്, മുഴു സംഖി എന്ന് വിളിച്ചില്ലല്ലോ എന്നുമൊക്കെ പറഞ്ഞ് വെക്കുന്നു കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിന് അത്ര ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞെങ്കിലും ആ മനോവിഷമമായെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോവിഷമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ അതിൽ അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഒരു കുഴപ്പമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും തന്ത്രപരമായ നിലപാട്, അതിന് ഉള്ളിൽ നിന്ന് വന്നതായാലും അല്ല അഭിനയിക്കുന്നതായാലും ഒക്കെ, പലപ്പോഴും അഭിനയവും ഉള്ളിൽ നിന്ന് വരുന്നതുമൊക്കെ പൊതുവേദിയിൽ പറയേണ്ടി വരും. അത്തരമൊരു നിലപാട് തന്നെയാണ് രമേശ് പിഷാരടിയുടേത് എന്നുകൂടി പറയേണ്ടി വരും. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരത്തിലില്ല എന്നുള്ളതാണ്. UDFനെ പിന്തുണയ്ക്കാനാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം. BJP ശക്തമായ ഇടങ്ങളിൽ UDFന് വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവരവിടെ LDF സ്ഥാനാർത്ഥികൾക്കായിരിക്കും വോട്ട് ചെയ്യുകയെന്നും പറയുന്നു. അവർ പറയുന്നത് ഒരു മണ്ഡലത്തിലെങ്കിലും പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള നിർദ്ദേശമൊക്കെ കോൺഗ്രസിന് മുന്നിൽ ഞങ്ങൾ വെച്ചിരുന്നതാണ്, പക്ഷേ ആ നിർദ്ദേശം തള്ളി എന്നുകൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ വാർത്തയുടെ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഞങ്ങളുടെ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. അനീഷ് ഈ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല, അത് UDFനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ചില മണ്ഡലങ്ങളിലെങ്കിലും അവിടെ LDFനായിരിക്കും പിന്തുണ എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ UDFും കോൺഗ്രസും ഒക്കെ ആയിട്ടുള്ള ഒരു വെൽഫെയർ പാർട്ടിയുടെ ബന്ധത്തിൽ കൂടി ഒരു ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്ന് പറയാമോ? തീർച്ചയായും തന്ത്രപരമായൊരു പിന്തുണയാണ് വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്ന് തന്നെയാണ് നമ്മൾ അവരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ പിന്തുണ, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ പിന്തുണ വെൽഫെയർ പാർട്ടി നൽകിയിരുന്നു. പക്ഷേ ഇതിനിടയ്ക്കും ഒറ്റയ്ക്ക് മത്സരിച്ച്, അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിയും UDFുമായി ചേർന്ന് മത്സരിച്ചൊക്കെ ചില സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. സംസ്ഥാനത്തൊട്ടാകെ ഏതാണ്ട് 75 സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അത് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിങ്ങനെ പലയിടങ്ങളിലാണ് ജയിച്ചത്. പക്ഷേ അതിനുശേഷം ഈ മുന്നണിയുമായി കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു നീക്കം വെൽഫെയർ പാർട്ടി നടത്തിയെങ്കിലും അതിനോട് അങ്ങേയറ്റം അനുകൂലമായൊരു നിലപാടല്ല സ്വീകരിച്ചത് എന്നാണ് നമുക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. ഒരു ഇടത്തെങ്കിലും ഒരു പൊതു സ്വതന്ത്രനെ നിർത്തണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അതായത് UDF തന്നെ ഒരു സ്വതന്ത്രനായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക, അവരുടെ പിന്നണിയിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കാം എന്നിങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇതിൽ രണ്ട് നേതാക്കളെയാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒന്ന് മാവേലിക്കരയിലെ ദളിത് നേതാവായ K അംബുജാക്ഷൻ, മറ്റൊന്ന് വൈക്കത്ത് ദളിത് ചിന്തകനായ സണ്ണി M കവിക്കാട്. ഈ സണ്ണി M കവിക്കാടിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ കോട്ടയത്ത് നടക്കുകയും ചെയ്തു. അത് വലിയ ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യകാലത്തിൽ, അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ആ പേര് സജീവമായി തന്നെ UDF പരിഗണിച്ചതാണ്. അനീഷ, ഒരു ചെറിയ സംശയം കൂടി, ഇതിൽ
സണ്ണി എം കവിക്കാടിൻ്റെ പേര് വെക്കുമ്പോൾ അത് വെൽഫെയർ പാർട്ടിയാണ് വെച്ചതെന്ന് അവരൊരു അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ സണ്ണി എം കവിക്കാടും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തകരുമൊക്കെ പറയുന്നത് അങ്ങനെയല്ല, ഇത് ദളിത് സംഘടനകളുടെ വ്യത്യസ്തമായൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുകയും UDF മുന്നിൽ അവരുടെ പിന്തുണയും അവർക്ക് സ്ഥാനാർത്ഥിയായി അവിടെ നിൽക്കാം എന്നുള്ളതൊക്കെ വന്നത്. അല്ലാതെ അതിൽ വെൽഫെയർ പാർട്ടിയുടെ ഏതെങ്കിലും ബന്ധം അവരാരും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല. പിന്നെ വെൽഫെയർ പാർട്ടി എങ്ങനെയാണ് ഈ സണ്ണി എം കവിക്കാടിനെ ഞങ്ങളാണ് നിർദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നത്? സണ്ണിയം കവിക്കാടിൻ്റെ പേര് നിർദ്ദേശിച്ചത് അവരായിരുന്നില്ല. ആദ്യം തന്നെ സണ്ണിയും കവിക്കാടും UDFുമായുള്ള ചർച്ചകൾ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസുമായുള്ള ചർച്ചകൾ തന്നെയാണ് നടന്നത്. പക്ഷേ പിന്നീട് ഈ സണ്ണിയം കവിക്കാട് തങ്ങൾ കൂടി സ്വീകാര്യനായ ഒരു ആളാണ്, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്തിന് വേണ്ടി കുറച്ചുകൂടെ സമ്മർദ്ദം ചെലുത്തി എന്നാണ് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ K. അംബുജാക്ഷൻ എന്ന വെൽഫെയർ പാർട്ടിയുടെ മുൻ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹം KDP എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഇങ്ങനെ ഈ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കായാണ് ഇവർ വാദിച്ചത്. ഇതിൽ ഒരാളെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. എന്തായാലും സണ്ണിയം കവിക്കാട് വെൽഫെയർ പാർട്ടി നിർദ്ദേശിച്ച ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല, മറിച്ച് ചർച്ചകൾ നടന്നപ്പോൾ അതിൻ്റെ ഒരു പിന്താങ്ങി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും 40 സീറ്റിലാണ് 2016 വെൽഫെയർ പാർട്ടി മത്സരിച്ചത്. 2021 19 സീറ്റുകളിലും മത്സരിച്ചു. അവിടെ നിന്നാണ് ഒറ്റ സീറ്റിലേക്ക് മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും UDFുമായുള്ള നേരിയ ഒരു അലോസരത്തിൻ്റെ പ്രതീകമാണ്. നിയമം പോലെയുള്ള ഇടങ്ങളിൽ BJPക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ താരതമ്യേന ദുർബലെന്ന് എതിരാളി എന്ന് വെൽഫെയർ പാർട്ടി തന്നെ കരുതുന്ന ഇടങ്ങളിൽ CPMനുള്ള പിന്തുണയുടെ കാര്യവും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അനീഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റൊരു സെഷനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഏതു തെരഞ്ഞെടുപ്പായാലും ആ തെരഞ്ഞെടുപ്പിൽ ചില നേതാക്കളെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായി. അത് ഏത് മുന്നണിയിലെയും പാർട്ടികളിലെയും ഒക്കെ അങ്ങനെ ചില പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഇപ്പോൾ ഇടതു മുന്നണിയിലാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ജയവും പരാജയവും ഒക്കെ വളരെ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി നിശ്ചയിക്കുന്നു. ഇനി ഇത്രയും മുതിർന്ന ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അദ്ദേഹത്തിന് ഇനിയുള്ള കാലത്തെ മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ ഭാവിയിലൊക്കെ ബാധിക്കുന്നതാണ്. അത് ഇന്നലെ നമ്മൾ വിശദമായി പരിശോധിച്ചിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ VD സതീശൻ്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഏത് തരത്തിലാണ് UDFന് വിജയമുണ്ടാകുന്നത്? വൻ വിജയമുണ്ടാകുമോ, പരാജയമുണ്ടാകുമോ, നേരിയ വിജയമാകുമോ, നേരിയ പരാജയമാകുമോ? ഓരോ സാഹചര്യം വന്നാലും VD സതീശൻ്റെ രാഷ്ട്രീയ ഭാവി മറ്റൊരു തരത്തിൽ കൂടിയാവും. കാരണം തോറ്റാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാം എന്ന് അടക്കം പറഞ്ഞ ഒരു നേതാവാണ് VD സതീശൻ. അതുകൊണ്ട് നേതാക്കളുടെ നാളെയിൽ ഇന്ന് പരിശോധിക്കുന്നു VD സതീശൻ. ഈ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ ഏറ്റവും നിർണായകമാകുന്ന നേതാക്കൾ, അവരുടെ ഭാവി സാധ്യതകൾ വിശകലനം ചെയ്യുന്ന നേതാക്കളുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് VD സതീശൻ. കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് VD സതീശൻ. പ്രവർത്തന ശൈലിയിൽ കോൺഗ്രസിൽ തലമുറ മാറ്റം സാധ്യമാക്കിയ നേതാവ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വന്നതോടെ കോൺഗ്രസ് വീണ്ടും പഴയ കോൺഗ്രസ്സായി മാറി. ഉറച്ച നിലപാടും ഷാർപ്പ് അറ്റാക്കിങ്ങുമാണ് ശൈലി. വഴക്കവും നയതന്ത്രവും കുറവാണ്. നിലപാടും ശൈലിയും സൃഷ്ടിച്ച ആരാധകരും ശത്രുക്കളും വേണ്ടുവോളമുണ്ട്. ശക്തിയും ദൗർബല്യവും അതുതന്നെയാണ്. ഒരേപോലെ സമുദായ നേതാക്കളിൽ പലരും എതിർക്കുന്ന മറ്റൊരു നേതാവും ഉണ്ടാകില്ല. 2006-11 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ ആക്രമണ നിരയുടെ മുനയായി നിന്നാണ് ഒന്നാം നിര നേതാക്കളുടെ പട്ടികയിലേക്ക് സതീശൻ ഉയർന്നത്. പക്ഷേ 2011 UDF അധികാരത്തിലെത്തിയപ്പോൾ മന്ത്രിസ്ഥാനം നൽകാതെ സ്പീക്കർ സ്ഥാനത്തേക്കാണ് സതീശനെ ഹൈക്കമാൻഡ് പരിഗണിച്ചത്. അത് പക്ഷേ സതീശൻ സ്വീകരിച്ചില്ല. 2021 പ്രതീക്ഷിത ജയം UDFന് നഷ്ടമായതോടെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശൻ പ്രതിപക്ഷ നേതാവായത്. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ പലരുണ്ടാവും. പക്ഷേ തോറ്റാൽ എല്ലാ പഴിയും കേൾക്കേണ്ടി വരിക സതീശൻ മാത്രമാവും. ഇനി സാധ്യതകളിലേക്ക്. സാധ്യത 1, വമ്പൻ ഭൂരിപക്ഷത്തിൽ UDFന് ജയം. കഴിഞ്ഞ 5 വർഷവും ഭരണപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നിരയെ നയിച്ച VD സതീശന് തന്നെയാവും വിജയത്തിൻ്റെ ഫുൾ ക്രെഡിറ്റ്. ജനങ്ങൾക്ക് മുന്നിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിലും സതീശൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും. സതീശൻ ശൈലിയുടെയും ഉറച്ച നിലപാടിൻ്റെയും വിജയമായി അത് വ്യാഖ്യാനിക്കും. മുഖ്യമന്ത്രി സ്ഥാനം സ്വാഭാവികമായും സതീശന് തന്നെ ലഭിക്കും. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ്. ജയിച്ചാലും തോറ്റാലും തർക്കിക്കാനും അധികാരം പിടിച്ചെടുക്കാനുമുള്ള പോര് ഉണ്ടാവുമെന്നതും ഉറപ്പ്. ഈ ശീലം ഇത്തവണ മാത്രമായി മാറും എന്നൊന്നും കരുതാനുമാവില്ല.
മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാനും അവരെ പിന്തുണയ്ക്കാനും ആളുണ്ടാവും. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന പതിവ് പക്ഷേ ഈ സാഹചര്യത്തിൽ നടക്കണമെന്നില്ല. അങ്ങനെ നോക്കിയാലും ജനവികാരം തള്ളി സതീശനെ തള്ളിക്കളയാൻ മറുപക്ഷം നിൽക്കുന്ന MLA-മാരടക്കം പ്രയാസപ്പെടേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസിനും ഹൈക്കമാൻഡിനും UDF ഘടകകക്ഷികൾക്കും സതീശനെ അംഗീകരിക്കേണ്ടി വരും. വമ്പൻ ജയമെങ്കിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിലും വകുപ്പ് വിഭജനത്തിലുമടക്കം സതീശന്റെ അഭിപ്രായത്തിനാവും മേൽക്കൈ. ഇനി സാധ്യത 2. നേരിയ ഭൂരിപക്ഷത്തിൽ UDF ജയം. 10 വർഷത്തെ പ്രതിപക്ഷ വാസത്തിനു ശേഷം ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ക്രെഡിറ്റ് സതീശന് ലഭിക്കുമെങ്കിലും വിജയത്തിന് അവകാശികളായി മറ്റു പലരും വരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സതീശന്റെ വഴി അത്ര എളുപ്പവുമാകില്ല. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി തീരുമാനമെടുക്കാൻ സമ്മർദ്ദമുണ്ടാകും. അവിടെ ആർക്കാവും മേൽക്കൈ ലഭിക്കുക എന്നത് ഉറപ്പിച്ച് ഇപ്പോൾ പറയാനാവില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലെ പോലെ അപ്പോൾ അതിന് വഴങ്ങാൻ സതീശൻ ചിലപ്പോൾ തയ്യാറായേക്കില്ല. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ സതീശൻ മടിക്കില്ല എന്നത് ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയാലും മന്ത്രിമാരെ തീരുമാനിക്കുന്നതിലും വകുപ്പ് വിഭജനത്തിലുമൊക്കെ വലിയ വിട്ടുവീഴ്ചയ്ക്കും സമവായത്തിനുമൊക്കെ തയ്യാറാകേണ്ടി വരും. ഇനിയാണ് പ്രധാനപ്പെട്ട സാധ്യത 3. UDF-ന് പരാജയമുണ്ടാകും. അതിന് നേരിയതോ കനത്തതോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഫുൾ പഴിയും സതീശന് തന്നെയാവും. UDF-ന് 60-ന് മേൽ സീറ്റ് നേടാനായാൽ വലിയ പരിക്കില്ലാതെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാനായേക്കും എന്ന് മാത്രം. തോൽവി സതീശൻ ശൈലിയുടെ പരാജയമായി വിലയിരുത്തപ്പെടും. അതുവരെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് മറ്റു പ്രധാന നേതാക്കളെല്ലാം ആ വിഷയത്തിൽ എന്തായാലും ഒന്നിക്കും. സമുദായ നേതാക്കളെ പിണക്കിയത് മുതൽ കൂട്ടായ തീരുമാനമില്ലാതെ സ്വന്തം വഴിക്കുള്ള പോക്കുവരെ ചോദ്യം ചെയ്യപ്പെടും. ചുരുക്കം ചില യുവ നേതാക്കൾ ഒഴികെ കോൺഗ്രസിൽ നിന്നാരും പ്രതിരോധവുമായി രംഗത്ത് വരാനും സാധ്യതയില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വേറെ നേതാവ് തന്നെ വരും. ജയിച്ചാൽ ടീം UDF-ന്റെ ജയം, തോറ്റാൽ വ്യക്തിപരമായി തൻ്റെ പരാജയം, UDF തോറ്റാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഇതായിരുന്നു സതീശൻ നേരത്തെ പറഞ്ഞത്. അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലും ആവർത്തിച്ചു. തോൽവിയാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രധാന പദവികളൊന്നും കിട്ടാതെ ഏറെക്കുറെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് കുറെ കാലത്തേക്കെങ്കിലും സതീശന് പോകേണ്ടി വരുമെന്നതും ഉറപ്പാണ്. ഇതിൽ ഏത് ഭാവിയാണ് സതീശനെ കാത്തിരിക്കുന്നതെന്നറിയാൻ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്നതും വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നായകരുടെ നാളെയിൽ പരിശോധിക്കാൻ ഇനിയും നിരവധി നേതാക്കളുണ്ട്. ഈ പല നേതാക്കൾക്കും ഈ തെരഞ്ഞെടുപ്പ് അവരുടെ ജീവിതത്തിൽ, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. മേലേക്ക് കയറി പോകാനും താഴേക്ക് വീണു പോകാനും ഒക്കെ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പ്. അതിൻ്റെ വിവിധ സാധ്യതകളിലേക്ക് വരും ലക്കങ്ങളിൽ എന്തായാലും ഇലക്ഷൻ ചാനൽ പരിശോധിക്കാം. നാളെയും ഇതേ സമയം ഇലക്ഷൻ ചാനൽ വൈകുന്നേരം 6 മണിക്ക്.